എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മറ്റാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? തെളിവുണ്ട് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. വ്യക്തിയെ ഓർത്തൊരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ ഫയലായ നായയെ ഫയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കുന്നത്. നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് ആ വ്യക്തി വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്നത് കണ്ടിട്ടോ ചിലർ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട്. അതിൽ ഒരാൾക്ക് ആ വ്യക്തിയോട് വലിയ ആരാധനയുണ്ട്, ഇഷ്ടമുണ്ട്. നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ശ്രമങ്ങൾ നിങ്ങൾ കാണുന്നില്ല. നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപയോഗിച്ചുകൊണ്ടാണ് പലപ്പോഴും ആ വ്യക്തി ആ രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ വ്യക്തിയെ സ്വന്തമാക്കാനാണ്. നിങ്ങളുടെ വ്യക്തി എങ്ങനെയെങ്കിലും സ്വന്തമാക്കിയതിന് ശേഷം അവിടെ നിന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സിൽ അതുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിക്കുക, സ്വന്തമാക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി കുറേ കാലമായിട്ട് അവർ നടക്കുന്നുണ്ട്. അവർ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങൾ അതുമായിട്ട് ആലോചിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ച് അവർക്കൊരു ചുക്കും അറിയില്ല. നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ചെറിയ ചെറിയ പിണക്കങ്ങളും ചെറിയ ചെറിയ വാശികളും അകൽച്ചകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഒരു വലിയ ചാൻസായി എടുത്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ അകറ്റാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. ആ വ്യക്തിയെ അതിന് സഹായിക്കുന്ന ചില ആളുകളുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെ പ്രതിസന്ധിയിലാക്കി ആ വ്യക്തിയുമായിട്ടൊരു ബന്ധം, ആ ബന്ധത്തിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ അതോർത്ത് ഭയപ്പെടേണ്ട. ആ വ്യക്തി ഒന്നും നേടാൻ പോകുന്നില്ല. നിങ്ങളെ വഞ്ചിച്ചുകൊണ്ടുള്ള ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. കാരണം നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുത്ത ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ കാരുണ്യം കൊണ്ട് ആ വ്യക്തി വലിയ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ നേടിയിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും നോക്കാതെ നിങ്ങൾക്കെതിരെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചാണെങ്കിലും അങ്ങനെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ മര്യാദ ലംഘനമാണ് എന്നുള്ള സത്യം നിങ്ങളുടെ പോസിറ്റീവ് എനർജിക്ക് കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ ഒരു പരിധി വിട്ട് വർദ്ധിക്കാനോ ഒരു പരിധി വിട്ട് ആ വ്യക്തി വിജയിക്കാനോ നിങ്ങളുടെ പോസിറ്റീവ് എനർജി ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയിൽ പ്രതിസന്ധി ഉണ്ടാക്കി, പ്രശ്നങ്ങളുണ്ടാക്കി, പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ശ്രമങ്ങൾ ഒന്നും വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള സത്യത്തിന് അവസാനം വരെ വിജയം ഉണ്ടാകും. ഒരുപക്ഷെ ആ വിജയം ചെറിയ ചില തെറ്റിദ്ധരിപ്പിക്കലുകളും ചെറിയ അകൽച്ചകളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഉണ്ടാക്കാൻ അവർക്ക് കഴിയും. പക്ഷെ അവരുണ്ടാക്കിയതിനേക്കാൾ 100 ഇരട്ടി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ മനസ്സിലാക്കുകയും തിരിച്ചു വരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അടുത്തതായിട്ട് രണ്ടാമത്തെ പരുന്തിൻ്റെ ഫയൽ സ്വീകരിച്ചവരുടെ റീഡിങ്ങാണ് പറയുന്നത്. ഒരാൾ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും വളരെ ദൂരത്ത് നിന്ന് കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടുപ്പിച്ച്, അല്ലെങ്കിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു വിയോജിപ്പുണ്ടായിട്ട് ആ വിയോജിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ആ വ്യക്തിക്കുള്ളത്. അതിനായിട്ട് ആ വ്യക്തി പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ സജ്ജീകരിക്കുന്നുണ്ട്. പലതരത്തിലുള്ള പ്രതിസന്ധികൾ നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കാനായി ശ്രമിച്ച്
നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും പരാജയപ്പെടുത്തി രണ്ടാക്കാനായിട്ടുള്ള ഗൂഢാലോചന തക്കം കിട്ടിയാൽ അത് നടപ്പിലാക്കാനും ആ വ്യക്തി ആലോചിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ ഒരു ചിന്തയും ആ വ്യക്തിയുടെ ഒരു താല്പര്യവും അതിൽ നടക്കില്ല. ആ വ്യക്തിയുടെ ഇത്തരം ശ്രമങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ പരാജയപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളെ പരാജയപ്പെടുത്തി ഇല്ലാതാക്കുക. അതിനുവേണ്ടി നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് തന്ത്രം മെനയാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ദൂരെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്കെതിരായിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തുക. ആ ദുരുദ്ദേശമായിട്ടാണ് ആ വ്യക്തി നടക്കുന്നത്. ഒരിക്കലും ആ ദുരുദ്ദേശത്തെ പ്രോത്സാഹിപ്പിക്കരുത്. ആ ദുരുദ്ദേശം നടക്കരുത്. അങ്ങനെ ഒരു ഉദ്ദേശം നടന്നാൽ അത് സത്യത്തിൻ്റെ പരാജയമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് നടക്കില്ല എന്നുള്ളത് സത്യമാണ്. എത്ര അകലത്തിൽ നിന്ന് ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ ആഗ്രഹിച്ചാലും, എത്ര ദൂരെ നിന്ന് തന്ത്രങ്ങൾ മെനഞ്ഞാലും അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. ആ വ്യക്തി നിങ്ങളുടെ വ്യക്തിയെ തട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ ദൂരെ നിന്ന് സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്ന ആ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുകയില്ല. നിങ്ങൾ ആ വ്യക്തിയെ മനസ്സിലാക്കുന്നിടത്തോളം കാലം, നിങ്ങൾ ആ വ്യക്തിയുടെ മൂല്യം അറിയുന്നിടത്തോളം കാലം ഒരു തരത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്താൻ, ഒരു തരത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തി ആ വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ട് ഈ പറഞ്ഞ വ്യക്തിക്ക്. പക്ഷെ നടപ്പിലാക്കാൻ പോകുന്നില്ല. എന്തൊക്കെ ആ വ്യക്തി ചെയ്തുവോ ആ വ്യക്തിയുടെ ജീവിതം തന്നെ തകരുമെന്നല്ലാതെ ചില തെറ്റിദ്ധാരണകൾ നിങ്ങളുടെ വ്യക്തി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ. പക്ഷെ ആത്യന്തികമായിട്ട് അതിന് കഴിയില്ല. കാരണം ഇവർക്ക് നിങ്ങളുടെ പകരമാകാൻ സാധിക്കില്ല. ഇവരെന്തൊക്കെ പ്ലാൻ ചെയ്താലും എന്തൊക്കെ ഐഡിയകൾ പറഞ്ഞാലും നിങ്ങൾക്ക് പകരമാകാനായിട്ട് ഇവർക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു ഡീമെറിറ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, ഒരു കുറവായിട്ട് പറയുന്നത്. കാരണം നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ മനസ്സിനോട് വലിയ ഇണക്കമുണ്ട്. ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോൾ പരാജയങ്ങൾ, അല്ലെങ്കിൽ അത് ചെറിയ തരത്തിലുള്ള വിയോജിപ്പുകൾ അതൊക്കെ ഉണ്ടാവാം. ഈ വിയോജിപ്പും ഈ അകൽച്ചയും മുതലെടുത്തുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും രണ്ടാക്കാനായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും സാധ്യമാകുകയില്ല. അത് വിജയിക്കുകയില്ല. അത് നടപ്പിലാക്കാൻ അവർക്ക് കഴിയില്ല. അത് അവരുടെ ജീവിതം പാഴാവുന്നതല്ലാതെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ചലനവും സൃഷ്ടിക്കാൻ അവർക്ക് സാധിക്കില്ല. അത് നിങ്ങൾക്ക് അനുഭവം കൊണ്ട് മനസ്സിലാവും. നിങ്ങളതിൽ ഭയപ്പെടണ്ട. നിങ്ങളെ ഭയപ്പെടുത്താനാണ് അവർ ശ്രമിക്കുന്നത്. നിങ്ങളങ്ങനെ ഭയപ്പെടാതെ ശക്തമായിട്ട് നിൽക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള നല്ല നിമിഷങ്ങളുടെ മനോഹാരിത നിങ്ങൾക്ക് നഷ്ടമാകും. ധീരമായി മുന്നോട്ട് പോവുക, ധൈര്യമായിരിക്കുക. അവർ പരാജയപ്പെടും, നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഈ കാര്യത്തിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.